രാജ്യത്തെ ആതുര സേവന രംഗത്തെ നിറസാന്നിധ്യമായ ആശുപത്രി ശൃംഖലയായ സൺറൈസ് ഗ്രൂപ്പിന് ഇനി പുതുശോഭ. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനുമായ ഡോക്ടർ ഹഫീസ് റഹ്മാന് ഈ മേഖലയിൽ 25 വർഷത്തിലേറെ സേവന പാരമ്പര്യമുണ്ട്. കെയർ ബിയോണ്ട് ക്യൂർ എന്ന ആപ്തവാക്യം അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആശുപത്രി ഗ്രൂപ്പിന്റെ പുതിയ ലോഗോ പ്രകാശനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും സൺറൈസ് ആശുപത്രി ചെയർമാൻ ഡോക്ടർ ഹഫീസ് റഹ്മാൻ പടിയത്തും ചേർന്ന് നിർവഹിച്ചു. മാറുന്ന ലോകത്തിൽ ആധുനികതയുടെ മുഖമാകുന്നതിന്റെ ഭാഗമായി കെയർ ബിയോണ്ട് ക്യൂർ എന്ന ആപ്തവാക്യം അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സൺറൈസ് ആശുപത്രി ഗ്രൂപ്പിന്റെ പുതിയ ലോഗോ ആശുപത്രി അങ്കണത്തിൽ വെച്ച് പ്രകാശനം ചെയ്തു. A new identity, a brighter light, and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Care Beyond World. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും സൺറൈസ് ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ ഹഫീസ് റഹ്മാൻ പടിയത്തും ചേർന്നാണ് ലോഗോ പ്രകാശനം നിർവഹിച്ചത്. നിങ്ങൾ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഡോക്ടർ ഹഫീസ് റഹ്മാനോടൊപ്പം ഈ പുതിയ ലോഗോ ലോഞ്ച് ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. സൂര്യൻ ഉദിച്ചാണ് എപ്പോഴും നിൽക്കുമ്പോഴേക്കും നമ്മൾ കാണുമ്പോൾ ഒരു തവണയാണ് ഉദയം എന്നുള്ളത്. അപ്പോ എല്ലാ ദിവസവും ഉദിക്കുന്നു എന്നുള്ളതൊരു സങ്കല്പമാണല്ലോ. എന്നാൽ ഒരു പുതിയ തുടക്കത്തിന്റെ ഇപ്പോഴത്തൊരു കെട്ടിടമായി അപ്പുറത്ത് വേറെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറേയേറെ കാരുണ്യം നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു. നേരത്തെ ചെയ്തതിന്റെ തുടർച്ചയായി അതെല്ലാം ഏറെ സന്തോഷം നിറഞ്ഞ കാര്യങ്ങളാണ്. ഇനി വേറെ മുന്നോട്ട് പോകാൻ സൺറൈസ് കഴിയട്ടെ. സൺറൈസ് ഗ്രൂപ്പിന്റെ കീഴിൽ 6 ആശുപത്രികളാണ് നിലവിലുള്ളതെന്നും 20ഓളം ആശുപത്രികൾ കൂടി സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഡോക്ടർ ഹഫീസ് റഹ്മാൻ പറഞ്ഞു. കാക്കനാട് 18 കൊല്ലം മുമ്പ് ആണ് സൺറൈസ് തുടങ്ങിയത്. സൺറൈസിന്റെ ഈ പുതിയ മുഖം സൺറൈസ് കൊണ്ടുവരുന്നത് കേരളത്തിൽ തന്നെ ഏകദേശം 20ഓളം ഹോസ്പിറ്റലുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സംരംഭത്തിന്റെ ആദ്യ പടിയായിട്ടാണ് സൺറൈസ് എന്ന് ഈ പുതിയൊരു ലോഗോയും പുതിയൊരു മുഖവും കാഴ്ചവെക്കുന്നത്. 18 കൊല്ലത്തിനിടയിൽ സൺറൈസ് ഹോസ്പിറ്റലുകളിൽ ഏകദേശം 3,15,280ഓളം സർജറികളും ഏകദേശം 3 ലക്ഷത്തോളം പ്രൊസീജിയേഴ്സും നമ്മൾ ഇതുവരെ ചെയ്തു തീർത്തിട്ടുണ്ട്. സൺറൈസ് ഹോസ്പിറ്റലിന്റെ പല ഹോസ്പിറ്റലായിട്ട് ഏകദേശം 1,27,64,000 രോഗികളെ ചികിത്സിച്ചിട്ടുണ്ട് ഇന്ന് വരെ ഈ 18 കൊല്ലത്തിനിടയിൽ. ഇന്ന് സൺറൈസ് ഹോസ്പിറ്റൽ മാറുകയാണ്. ഞാനും എൻ്റെ വൈഫും വേറെ 2-3 സ്റ്റാഫുകളായിരുന്നു ഈ ഹോസ്പിറ്റലിൽ തുടങ്ങി. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഫൈസലും റിയാസും ഒക്കെ ഞങ്ങളോട് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് സ്റ്റാഫുകളായിട്ടാണ് ഈ ഹോസ്പിറ്റൽ ഞങ്ങൾ തുടങ്ങിയത്. ഇന്ന് സൺറൈസ് ഹോസ്പിറ്റലിന്റെ വിവിധ ശാഖകളായിട്ട് ഏകദേശം 3,000-4,000 സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് സൺറൈസ് ഹോസ്പിറ്റൽ മാറുകയാണ്. മാറ്റമാണല്ലോ എല്ലാം ഏറ്റവും സ്ഥിരമായിട്ടുള്ള ഒരേ ഒരു കാര്യം. ചേഞ്ച് ഇസ് ദ ഓൺലി പെർമനന്റ് തിങ് ഇൻ ദ വേൾഡ്. കേരളത്തിൽ തന്നെ 20ഓളം ഹോസ്പിറ്റലുകൾ അടുത്ത 4-5 കൊല്ലത്തിനുള്ളിൽ തുടങ്ങാനാണ് സൺറൈസ് ഹോസ്പിറ്റലിന്റെ സംരംഭം. ആശുപത്രി ഗ്രൂപ്പ് MD ഡോക്ടർ പർവീൻ ഹഫീസ് അധ്യക്ഷത വഹിച്ചു. Dr. Hafiz and I, like it was mentioned before, yes, it was Dr. Hafiz's dream which I dreamt along. Dr. Hafiz ഒരു thorough professional ആണ്. thorough എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ ജോലിയോട്, പ്രൊഫഷനോട്, പേഷ്യൻസിനോട്, അവരോടാണ് എല്ലാക്കാളും സ്നേഹം. അതെനിക്ക് തീർത്ത് സന്തോഷവും ധൈര്യത്തോടും പറയാം. That is what he does and I'm always happy because of that. ചടങ്ങിൽ +2 കഴിഞ്ഞ് ഉപരിപഠനം തിരഞ്ഞെടുക്കുന്ന മികച്ച 5 വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം വീതം സ്കോളർഷിപ്പ് നൽകുന്ന സൺ സ്കോളർ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി പി രാജീവും മഞ്ഞുമൽ ബോയ്സും ചേർന്ന് നിർവഹിച്ചു. കോവിഡ് മഹാമാരിയിൽ എല്ലാ സ്വകാര്യ ആശുപത്രികളും കോവിഡ് ചികിത്സ തുടങ്ങാനായി മടിച്ചു നിന്നിരുന്ന സമയത്ത് 3500 കോവിഡ് രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യ ചികിത്സ നൽകിയ ആശുപത്രിയാണ് സൺറൈസ് ആശുപത്രി. തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ള, മുൻ ചെയർമാൻ ഷാജി വാഴക്കാല, കൗൺസിലർ ഷിമ്മി മുരളി, മഞ്ഞുമൽ ബോയ്സിലെ സുഭാഷ്, സൺറൈസ് ആശുപത്രി CEO S സുരേഷ് കുമാർ തമ്പി, ജനറൽ മാനേജർ A മുഹമ്മദ് റിയാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി
ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.